പാർട്ടി ഓഫീസിലേക്ക് നിങ്ങൾ ഒരുതരം തെരുവ് ഗുണ്ടകളെ പോലെ പോലീസ് ഇരച്ചു കയറുക, എന്നിട്ട് ഞങ്ങളുടെ സഖാക്കളെ മർദ്ദിക്കുക. ഇതെല്ലാം പോലീസിന് ആവശ്യമുണ്ടോ? ഇവിടെ ഒരു ഡിവൈഎസ്പി ഉണ്ട് അത്രേ. അപ്പൊ തന്നെ ഞാൻ അവരുടെ പേരോ മറ്റൊന്നും പറയാൻ, കാരണം കുറെ കാലം ഉണ്ടല്ലോ, നമുക്ക് കാണാലോ, പല തെരുവീതികളിലും വെച്ച് കാണാലോ, ഇനിയുണ്ടല്ലോ സമയം. അങ്ങനെയൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞു വലുതാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു ഡിവൈഎസ്പിയും അതുപോലെ തന്നെ നോർത്തിലൊരു SIയും എവിടുന്നോ വന്നിടത്തിലാണ്. അതായിക്കോട്ടെ, എവിടുന്ന് വന്നാലും വന്നില്ലെങ്കിലും ഞങ്ങൾ തല്ലുകൊള്ളാൻ വേണ്ടി അമ്മ പെറ്റ മക്കളൊന്നുമല്ല, അത് മനസ്സിലാക്കുക. CPMന്റെ അമ്മമാരൊക്കെ തല്ലുകൊള്ളാൻ, പോലീസിന് തല്ലുകൊള്ളാൻ വേണ്ടി പ്രസവിച്ചത്, പോലീസിൽ ചേർന്നവരൊക്കെ അവരുടെ അമ്മമാര് പ്രസവിച്ചതൊക്കെ CPMന്റെ ആളുകളെ തല്ലാൻ വേണ്ടിയിട്ടുള്ള പോലീസ്. ആ ധാരണ വേണ്ട. നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കും കുട്ടിയും കുടുംബമുണ്ട്. ഞങ്ങളെ തല്ലിച്ചയക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കരുത്തൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇനിയുണ്ട്. അതൊന്നും പോയിട്ടില്ല. പണ്ട് പോലീസിന്റെ നെയിം പ്ലേറ്റ് ഒക്കെ മാറ്റി വെച്ചിട്ടാണ് ഞങ്ങളെ തല്ലുക. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഉണ്ടോ? CCTVയിൽ ഞങ്ങളെ തല്ലുന്ന ഫോട്ടോ പോലെ തന്നെ എടാ പോലീസുകാരെ നിന്റെ ഫോട്ടോയും പതിഞ്ഞിട്ടുണ്ട് അവിടെ. അത് മനസ്സിലാക്കുക. എനിക്കും വീടുണ്ട്, കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, പിന്നെ ഞങ്ങൾക്കുള്ള ചങ്കൂറ്റം നിങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലായിക്കോ. ഞങ്ങൾക്ക് കാട്ടിയിട്ടുള്ള ചങ്കൂറ്റമല്ല, ഞങ്ങൾ ഈ നാട്ടിലെ സാധാരണ മനുഷ്യർക്കിടയിൽ പ്രവർത്തിച്ച അനുഭവത്തിൽ നിന്ന് കിട്ടിയ ചങ്കൂറ്റമാണ്. അതുകൊണ്ട് അതൊന്നും പേടിപ്പിക്കണ്ട. നിങ്ങൾ ഇന്നലെ തന്നെ ഈ ജാതി ഓന്തിന്റെ നിറമാറുന്നൊക്കെ ഞങ്ങൾക്ക് പണ്ടേ അറിയാം. പോലീസ് അതാണല്ലോ ജാതി. പോലീസ് ഒരു കാലത്തും ഞങ്ങളെ താലോലിച്ച് ചരിത്രം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ മാന്യമായി പെരുമാറാൻ പഠിക്കുക. ഞങ്ങളൊരു കാര്യത്തിലും അങ്ങോട്ട് കയറി വരില്ല. ഇനി ഞങ്ങളെ എങ്ങോട്ട് കയറിയാൽ ഞങ്ങൾ വിടുവില്ല. അത് മനസ്സിലാക്കി. ഞങ്ങളിപ്പോ ഞാനിന്നിപ്പോ ഒരു ചാനലുകാർ വന്ന് ചോദിച്ചോ പറഞ്ഞല്ലോ, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ വളരെ സംയമനം പാലിച്ചിട്ടാ സംസാരിക്കുക, അല്ലെ? കാരണം ഗവൺമെന്റിന് യാതൊരു ബോർഡർ ഏൽക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് വലിയ ഉത്തരവ്, പോലീസിനേക്കാൾ ഉത്തരവാദിത്തമാണ്. ഇനി ഞങ്ങൾക്ക് മുകളിൽ ആകാശം താഴെ ഭൂമിയേ ഉള്ളൂ, ഒന്നും ആലോചിക്കാനില്ല. അത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി മാന്യമായി പെരുമാറുക. ഇതൊന്നും വെല്ലുവിളിയോ മറ്റൊരു തരത്തിൽ എടുക്കേണ്ട. പോലീസുകാർ മാന്യമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ആ മാന്യതയോടുകൂടി നിങ്ങൾ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. UDFന്റെ ഗുണ്ടകളെ പോലെ, UDFന്റെ വീട്ടിൽ പണിക്ക് പോകുന്ന ആളുകളെ പോലെ പോലീസുകാർ മാറരുത്. 10 വർഷക്കാലത്ത് പിണറായിന്റെ സർക്കാരിലെ പോലീസ് നയം ഈ പോലീസ് സേന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് പോലീസ്. ആ രീതിയിൽ നിന്നും കേവലം UDFന്റെ ഗുണ്ടകളെ പോലെ, കോൺഗ്രസിന്റെ ചട്ടമ്പികളെ പോലെ പോലീസ് പെരുമാറിയാൽ ആ ചട്ടമ്പികളെയെല്ലാം എല്ലാ കാലത്തും നിലയ്ക്ക് നിർത്തിയ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുണ്ട്. അത് ഞങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അത് മനസ്സിലാക്കി ഈ ഇന്നലെ നടന്നിട്ടുള്ള പാർട്ടി ഓഫീസ് ആക്രമണം തികച്ചും അന്യായമായിട്ടാണ് ഞങ്ങളുടെ ഓഫീസിനകത്ത് കയറി വളരെ മോശമായി പോലീസ് നടത്തിയിട്ടുള്ള ഒരു ലാത്തിച്ചാർജ്. ആ ലാത്തിച്ചാർജ് UDFന് വേണ്ടി ഒരു ഡിവൈഎസ്പി അറിയാത്രേ, പാർട്ടി ഓഫീസിന് മുമ്പിൽ നിന്ന് കുറച്ച് പ്രകടനമൊക്കെ കളിച്ചിട്ട് പോയാൽ മതി. ആരാ പറയുന്നത്? DYSP. അങ്ങനെയൊക്കെ ഒരു മനസ്സില് തോന്നലും ആ ഒരു മനോനിലയിലാണ്. അങ്ങനെ എന്തെങ്കിലുമാണ് നിങ്ങളുടെ മനസ്സ് എങ്കിൽ അത് മാറ്റുക, വേഗം മാറ്റുക. പാലക്കാട് ജില്ലയിൽ കാണിക്കാൻ നിൽക്കണ്ട.